ഗൈസ് അപ്പോൾ പടം കഴിഞ്ഞ് വന്ന് നേരെ ഞാൻ റിവ്യൂ പറയണമെന്ന് വിചാരിച്ചൊന്നുമല്ല, പക്ഷേ കണ്ടത് വെച്ചിട്ട് എൻ്റെ പൊന്നു മോനെ, കന്നഡ സിനിമയിൽ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേ. കന്നഡ സിനിമയിൽ 1000 കോടി ഉറപ്പാണ്. ലൈക്ക് വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് പോരാ, അത്രയും സാധനം. എനിക്ക് പറയാൻ വാക്കുകളില്ല. അത് ഇൻ്റർവെൽ ബ്ലോക്കെല്ലാം വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഇൻ ഇന്ത്യൻ സിനിമ തന്നെ. ലൈക്ക് ഈ നമ്മൾ മറ്റേ ഇരുന്ന് പണി എന്ന് പറയില്ലേ, ആ അവസ്ഥ. ജയറാമേട്ടനാണെങ്കിൽ സാധാരണയൊക്കെ തെലുങ്കിലും തമിഴിലൊക്കെ പോയിട്ട് ക്യാരക്ടർ ചെയ്തപ്പോൾ ഇതിൽ എൻ്റെ പൊന്നുമോനെ നിങ്ങൾ വിശ്വസിച്ചു അത്രയും കിടിലൻ ക്യാരക്ടർ. മാത്രമല്ല വിഷ്വൽ എന്നെല്ലാം പറഞ്ഞാൽ തിയേറ്റർ അല്ലാതെ കണ്ടിട്ട് 10 വയസ്സിൽ ഗുണം. തിയേറ്റർ എക്സ്പീരിയൻസ് 101% ഡിമാൻഡ് ചെയ്യുന്നൊരു പടം. ഋഷഭ് ഷെട്ടിൻ്റെ പെർഫോമൻസ് പറയേണ്ട, നെക്സ്റ്റ് നാഷണൽ അവാർഡ് പുള്ളി തന്നെ തൂക്കിയിരിക്കും. 101% ഗ്യാരണ്ടി. ഓരോ ക്യാരക്ടറായാലും സൗണ്ട് ആയാലും വിഷ്വൽ ആയാലും, പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട VFX. ഇന്ത്യൻ സിനിമ ഇത്രയും കിടിലം VFX അടുത്ത കാലത്ത് നമ്മളൊന്നും കണ്ടിട്ടില്ല. അത്രയും കിടിലം VFX. ഗൈസ് ഒന്നും പറയാനില്ല, എത്രയും പെട്ടെന്ന് തിയേറ്റർ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ് കാന്താര.